പോകുമ്പോ ബാക്കിയുള്ളവരിൽ നിന്ന് എണ്ണി പെറുക്കി എടുത്താൽ മതിയല്ലോ. അതല്ലേ പഴുത്തേല ഒഴിയുമ്പോ പച്ചല ചിരിക്കും പറഞ്ഞ് കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ശരി, ഞാൻ നോക്കട്ടെ. ആരെ കൊടുക്കണം? വിജി. വിജി നമസ്കാരം. പ്രധാന വാർത്തകൾ അല്ല അതല്ല പ്രധാന വാർത്തകൾ. ടൈം സ്റ്റാർട്ട്സ് നൗ. വിജി വളരെ പ്ലസന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ജഡ്ജാണ്. സെക്കൻഡ്, സാമും മരിയയും കഴിഞ്ഞാൽ വിജി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മേക്കപ്പിനെയാണ്. സാമും മരിയ കൊച്ച് ഏറ്റവും നന്നായിട്ട് കമന്റ് പറയുന്ന ജഡ്ജസിൽ ഒരാളാണ് വിജി. വിജി വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. കാരണം വിജയേക്കാൾ ഉപരിയായിട്ട് സാമിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുകയും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പിൽ എന്ന് പറയുന്ന പോലെ സാമിനെ കാണുന്ന ഒരാളാണ്. സാമിനെ പട്ടിയാക്കി പഴഞ്ചൊല്ല് കൂട്ടിക്കൊഴിക്കും. വിജയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. സാമിന് മാർക്ക് കൂടിയാലും എനിക്ക് മാർക്ക് കുറഞ്ഞാലും എല്ലാം നല്ലതിനെന്ന് പറയും. നീ നെഗറ്റീവിലേക്ക് വരട്ടെ. വിജി സോപ്പിട്ട് സംസാരിക്കുന്ന ആളാണ്. കാരണം വിജി എന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് വേദന വന്നരുത്, അങ്ങനെ പോട്ടെ എന്ന് സംസാരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ കമന്റ്, വിജി ഒരു ഹോൾസെയിലറാണ്. വിജിക്കും കടയുണ്ടോ? കടയല്ല. വിജി ആദ്യം ജഡ്ജ് പാനലിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന ആ ജഡ്ജിന് പറയാനായിട്ട് കമന്റ് ഒന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ വിജി ഒരു അഹങ്കാരിയാണ്. കാരണം നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന വിജിക്ക് മരിയ എന്നൊരു മോള് മാത്രമുള്ളന്നല്ലേ. വിജിക്ക് സാം എന്നൊരു മോനുണ്ട്. അതിൽ അവൾ അഹങ്കരിക്കുന്നു. പലർക്കും ആയുധങ്ങളുണ്ട്. ടിപ്പുവിന് പടവാള്, മനസ്സിലല്ലേ? ശ്രീരാമന് അമ്പും വില്ലും. വിജിയുടെ ആയുധം ചിരിയാണ്. ചിരിച്ചുകൊണ്ട് ആളെ കൊല്ലാമെന്ന് കണ്ടുപിടിച്ച മഹത്തായ വനിതയാണ് വിജി. പിന്നെ ആ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. വിജി ജഡ്ജിങ് സീറ്റിൽ ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിചാരിച്ചോളൂ നമ്മുടെ പരിപാടിയിൽ എന്തോ കുഴപ്പമുണ്ട്. വിജിയുടെ മുഖം ക്ലോസപ്പിൽ ഇങ്ങനെ ഗൗരവത്തോടെ ഇരുന്നാൽ നമ്മുടെ പരിപാടി സൂപ്പറായി മോനെ എന്ന് വിചാരിച്ചോളൂ. വിജി എന്ന് പറയുന്നത് തന്റെ എക്സ്പ്രഷൻസ് ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. ഇപ്പൊ വിജിക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും വിജി ചിരിച്ചുകൊണ്ട് പറയും, അല്ലെങ്കിൽ സാമിനോട് ദേഷ്യം ഉണ്ടെങ്കിലും അങ്ങനെ പറയും. ഇത് കഴിഞ്ഞിട്ട് ആരുമില്ലാത്ത സമയത്താണ് തന്റെ ഒറിജിനൽ ഫീലിംഗ് വിജി പ്രകടിപ്പിക്കുക എന്ന് ഞാൻ ഉദാഹരണം പറയാം. സാമിന് വെച്ചിട്ടല്ല പറയാ, മരിയയുടെ കേസിലാണ്. മരിയ പല പ്രാവശ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് വിജി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുമ്പിൽ വെച്ചൊന്നും പറയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു ജെന്യൂൻ ആയിട്ട് അവൾ പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു, ഇപ്പൊ എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു നന്നായിട്ടൊരു പെരുമാറ്റം ഉണ്ടായില്ലെങ്കിൽ വിജയ തീർച്ചയായും എന്നോട് പറയണം, സജി സാർ അത് ശരിയായില്ല. പക്ഷെ വിജയ അത് ഒരിക്കലും പറയില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അത് വിജയുടെ നല്ല ഗുണമായിരിക്കും, നമ്മൾ വേദനിപ്പിക്കാതിരിക്കാനായിരിക്കും. പക്ഷെ എനിക്കത് നെഗറ്റീവായിട്ട് തോന്നിയത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നേരെ പറയുക. ഇപ്പൊ മോളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക, അല്ല എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക. വിജിക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. സാറ് പറഞ്ഞ നെഗറ്റീവ്സും ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ കുറെ നെഗറ്റീവ്സ് തന്നെയാണ് സാറ് പറഞ്ഞത്. ഇപ്പം എനിക്ക് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും കുറെയൊക്കെ ഞാൻ ഇങ്ങനെ ചിരിച്ചിരിച്ച് തന്നെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ സാറ് നെഗറ്റീവായിട്ട് പറഞ്ഞു സോപ്പ് ഇടുന്നു, അതും എനിക്ക് തോന്നുന്നു അല്ല അത് സാർ നെഗറ്റീവായിട്ട് പറഞ്ഞു, അതും ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ജഡ്ജിങ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ എല്ലാവരും പറയും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും എന്ന് പറയും. കാരണം എനിക്ക് അങ്ങനെ ഒരാളോട് തുറന്ന് നെഗറ്റീവ് പറഞ്ഞ് അത് നെഗറ്റീവാണ്. ശരിക്കും എന്റെ പെരുമാറ്റം ഒരു നെഗറ്റീവാണ്. പറയാനുള്ളത് ഒരാളുടെ മുഖത്ത് നോക്കി പറയണം. പക്ഷെ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. മിക്കപ്പോഴും ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊട്ടിത്തെറി ആയി പോവുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിരിച്ചിരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ സോപ്പിട്ട് ഞാനങ്ങ് ആ എൻവയോൺമെന്റിൽ നിന്ന് ഞാനങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാർ നെഗറ്റീവായിട്ട് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്നില്ലേ? പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. താങ്ക് യു വിജി, താങ്ക് യു. നമുക്ക് ജഡ്ജസ് കമന്റ്സിലോട്ട് പോവാം. സമീറ. മാഷ് പറഞ്ഞ വിലയിരുത്തലുകളെല്ലാം കറക്റ്റ് ആയിരുന്നു, നല്ലായിരുന്നു. പോസിറ്റീവ് പറഞ്ഞതില് മേക്കപ്പിനെയാണ് വിജയ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്നല്ല പറഞ്ഞത്, സാമിനെ മരിയാനെ ശേഷം. ശരിയാ, അത് കറക്റ്റാ, അതും കറക്റ്റാ. ഇപ്പൊ വിജയ് ഡ്രസ്സിനെയും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സ് പറഞ്ഞാലും വിജി തന്നെ അത് സമ്മതിക്കുന്നു. അത് ശരിയാണ്, വിജി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വിജിയുടെ നെഗറ്റീവായിട്ട് വന്നിരുന്നെന്ന് വിജി തന്നെ സമ്മതിക്കുമ്പോ പിന്നെ ഒന്നും പറയാനില്ല. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ബബിത.
സജീവേട്ടന് ഒരു താമസം ഉണ്ടായിരുന്നില്ല. ടക്ക് ടക്ക് ടക്കേന്ന് എണ്ണി അങ്ങോട്ട് പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ്സും. അത് വിജയിച്ച് 5-6 മാസമായില്ലേ ഇവരെയൊക്കെ കണ്ട് കേട്ടുമൊക്കെ ഇരിക്കുന്നത്. അപ്പം സജീവ് മാഷ് എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. സൂക്ഷിച്ചു, ഞാൻ അടുത്ത റൗണ്ട് വരുമ്പോ. നന്നായിരുന്നു. റാണി? എനിക്കും സെയിം അഭിപ്രായം തന്നെയാണ്. സജീവ് മാഷ് പറഞ്ഞത് എല്ലാം തന്നെ കറക്റ്റാന്ന് എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമന്റ് ആണ് വിജയെ കുറിച്ച് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നതെന്ന്. അത് പിന്നെ ആവർത്തിച്ചു. എല്ലാം നല്ലായിരുന്നു. ഷിനു? സജീവ് സാർ പറഞ്ഞ കാര്യങ്ങള് വിജി അംഗീകരിച്ചിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ. നെഗറ്റീവ് ആണ് കൂടുതലായിട്ട് അവൾ അംഗീകരിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിന്റെ പേരിൽ. മാർക്കിലോട്ട് പോവാം. സമീറ? 9 മാർക്സ്. താങ്ക് യു. 9 മാർക്ക്. 9 മാർക്സ്. 9 മാർക്സ്. ഷിനു? 9 മാർക്സ്. പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. ജഡ്ജസിന് ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് കൂടുതലോ കുറവ് എല്ലാവരും 9 തന്നെ നേരത്തെ പിടിച്ചെങ്കിടുകയുണ്ടായി. അപ്പോൾ 4-9 ചേർന്നാൽ 36. ഈ മാർക്കിൽ നമ്മുടെ ജീവ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ചോദിച്ചു കളയാം. ജീവ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 36 के ऊपर जाओ. താങ്ക് യു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 അങ്ങനെ ഒരു മനോഹരമായ എപ്പിസോഡുകൾ ഇവിടെ കടന്നുപോയി. അടുത്ത ദിവസം വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.